മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, പന്നിമുട്ടായിൽ ക്യാൻസറിന് കാരണമാകുന്ന വിഷകരമായ രാസവസ്തു. ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് പുതുച്ചേരിയിൽ പന്നിമിഠായി വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികളൊക്കെ സാധാരണ കണ്ടാലുടൻ വാങ്ങാൻ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പന്നിമിഠായി. പല കളറുകളിലൊക്കെ കിട്ടും. കേരളത്തിൽ അടുത്ത കാലത്താണ് കളർ മുക്കിയ പന്നിമിഠായി നിരോധിച്ചിരുന്നത്. ഇപ്പോൾ പക്ഷേ കളർ മുക്കാത്ത പന്നിമിഠായി വെള്ള കളറിലൊക്കെ ഇപ്പോഴും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതുച്ചേരിയിലാണ് പന്നിമിഠായി നിർമ്മാണത്തിൽ വിഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ടെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തലിന് തൊട്ടു പിന്നാലെ പുതിയ നടപടി വന്നിരിക്കുന്നത്. വീഡിയോയിലൂടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായ തമിലിസൈ സൗന്ദര്യരാജാണ് ഇക്കാര്യം അറിയിച്ചത്. തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഗവർണർ പന്നിമിഠായി നിരോധനത്തെക്കുറിച്ച് പങ്കുവച്ചത്. ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതിനാലാണ് നിരോധനമെന്നും ഗവർണർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ പന്നിമിഠായിയിൽ റോഡമൈൻ ബി എന്ന ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പന്നിമിഠായി വിൽക്കുന്ന കടകളിലെല്ലാം പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട്. ടോക്സിക് കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ കടകൾ പൂട്ടണമെന്നും നിർദ്ദേശമുണ്ട്. നിറങ്ങൾ അമിതമായ അളവിൽ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും ഗവർണർ പറഞ്ഞു. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പന്നിമിഠായി അവർക്ക് വാങ്ങിക്കൊടുക്കരുതെന്നും ഗവർണർ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിക്കുന്ന പ്രകാരം ഗുണമേന്മയോടെ നിർമ്മിക്കുകയും ഗുണനിലവാര സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്യുന്നവർക്ക് പന്നിമിഠായി വിൽക്കാൻ അനുമതിയുമുണ്ട്. എന്തായാലും നിരവധി പേര് ഈ വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഡൈ ആണ് ഈ റോഡമൈൻ ബി എന്ന് പറയുന്നത്. തീപ്പെട്ടി കമ്പനികളും പച്ചക്കറികളിലുമൊക്കെ നിറം കൂട്ടുന്നതിനായി ഇത് ഉപയോഗിക്കാറുണ്ട്. ദീർഘനാളായുള്ള ഇവയുടെ ഉപയോഗം കരളിന്റെ ആരോഗ്യത്തെയൊക്കെ നശിപ്പിക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ളവയ്ക്കൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് ദയവായി ഇത് ശ്രദ്ധിക്കുക. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഏജൻസി അംഗീകരിച്ച കൃത്രിമ ചേരുവകൾ മാത്രമേ ഫുഡ് ഐറ്റംസിലൊക്കെ ഉപയോഗിക്കാവൂ എന്നുള്ളത് നിർദ്ദേശമുണ്ട്.